ശിവപ്രസാദ് സാറേ, ഈ നരേന്ദ്രമോദി ഇപ്പോൾ കൊണ്ടുപിടിച്ച് ബംഗാൾ ആസാം പര്യടനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല. ആസാം അവരുടെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. ആസാം ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള, ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയുണ്ട് അവർക്ക്, ഹിമന്ത് ബിശ്വ ശർമ്മ. പക്ഷേ അവരുടെ ഏറ്റവും വലിയ സങ്കടം, എത്രയോ കാലമായിട്ട് ഏറ്റവും വലിയ ടാർഗറ്റും ആസാമല്ല, ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മുഖ്യധാരാ പാർട്ടികളുടെയും ഒരു പ്രധാനപ്പെട്ട ബാലികേറ മലയായി ഇരിക്കുകയാണ്. എത്രയോ കാലം 10-35 കൊല്ലം അവിടെ ഭരിച്ച CPM-നാണ് ആദ്യം നഷ്ടപ്പെട്ടത്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം. മമതാ ബാനർജിയുടെ തറവാട് പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിക്കാണ് അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടത്. ബംഗാൾ പിടിക്കാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്ന BJP. ബംഗാളിൽ ഒരു ഇഞ്ചും അധികാരത്തിൻ്റെ പക്കത്ത് എത്താൻ പറ്റിയിട്ടില്ല. വോട്ട് ഷെയറിലും ഒക്കെ വർധനവുണ്ടായിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ബംഗാളിനെ ഊന്നിക്കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഇക്കൊല്ലത്തെ ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് തൊട്ട് ഏതാണ്ട് അടുത്തെത്തി ബംഗാളിൽ. ബംഗാൾ പിടിക്കാൻ അരയും തലയും മുറുക്കി എന്ന് പറയുന്ന പോലെ എല്ലാം സമർപ്പിച്ച് കേന്ദ്ര ഗവൺമെൻറ് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന സമയത്താണ് മോദിയുടെ പര്യടനം. ഏറ്റവും ഒടുവിലത്തെ ഈ ബംഗാൾ പര്യടനത്തിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് പറയൂ. അതിലെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് രാഷ്ട്രീയമായി ഇദ്ദേഹം ചെയ്തു വരുന്ന ചില പ്രവൃത്തികളിലേക്ക് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കട്ടെ. ഇപ്പോൾ ഞാൻ 2014 മുതൽക്ക് പ്രധാനമന്ത്രി എന്ന നിലയിൽ ഭാരിച്ച ഉത്തരവാദിത്തം മോദിക്കെന്നുള്ള അല്ല, നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി തുടങ്ങിയിട്ട് ഇങ്ങോട്ടെല്ലാം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനൊരു സവിശേഷത ഞാൻ കണ്ടത്, ഇദ്ദേഹം എവിടെ പോകുമെങ്കിലും, നാട്ടിലായാലും വിദേശത്തായാലും എവിടെ പോയാലും നമുക്ക് എല്ലാ സമ്മേളനങ്ങളും ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തിൻ്റെതായ ചുവ ഇദ്ദേഹം കലർത്തുന്ന ഒരു സ്വഭാവം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്ത് നിന്നിട്ട് നമ്മുടെ അവിടുത്തെ ഭാരതീയരെ കാണുമ്പോഴായാലും ശരി. അപ്പോൾ അത് നാളെ BJPക്ക് ഗുണകരമായി വരട്ടെ എന്ന രീതിയിലുള്ള സംസാരം വളരെ ശ്രദ്ധിച്ചാൽ, വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ വളരെ അത് പ്രകടമാണത്. അപ്പോൾ ഇപ്പോൾ ബംഗാളിലേക്ക് അദ്ദേഹം, അസം ബംഗാളിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. പക്ഷേ അതിനൊക്കെ മുമ്പ് ഇനിയിപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഒരാഴ്ച കേരളത്തിന് മൊത്തമായി അദ്ദേഹം ചില കാര്യങ്ങൾ 2026 ലക്ഷ്യമിട്ട് പറഞ്ഞേ പോകുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ബീഹാറിൽ ഞങ്ങൾ ജംഗൽ രാജ് അവസാനിപ്പിക്കും എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് സാധ്യമായി എന്നുള്ളതാണ്. പക്ഷേ ഇനി അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട്, ഇനി ഗംഗ ഒഴുകുന്നത് ബംഗാളിലൂടെ എന്ന് പറഞ്ഞത്, അത് വാസ്തവത്തിൽ ഭൗതികമായൊരു വിഷയമല്ല അദ്ദേഹം സൂചിപ്പിച്ചത്. വളരെ ഇതിൻ്റെ ആ അർത്ഥം അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്നലെ വീണ്ടും അദ്ദേഹം പറഞ്ഞു, ബംഗാളിൽ ഇപ്പോൾ ഉള്ളത് ജംഗൽ രാജല്ല, മഹാജംഗൽ രാജാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർക്കത് ഏതാണ്ട് മനസ്സിലായി വരുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കാണുന്നുണ്ട്. മമതാ ബാനർജി സർവ്വശക്തിയും എടുത്ത് ഇദ്ദേഹത്തിൻ്റെ, അവർക്ക് ഭംഗിയായിട്ട് അറിയാം ഇദ്ദേഹം വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ എന്തിനാണെന്നുള്ള വളരെ കൃത്യമാണ്. നമ്മൾ ഒന്ന് ചികഞ്ഞ് പരിശോധിച്ച് കഴിഞ്ഞാൽ 2019 നേടിയ ചില സീറ്റുകൾ 21 നിയമസഭയിൽ ബംഗാളിൽ BJPക്ക് അതേപടി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. വീണ്ടും വന്ന് 24 വരുമ്പോൾ കോട്ടം BJPക്ക് തന്നെയായി മാറുകയാണ്. അപ്പോൾ അത് മുതൽക്ക് അവർക്ക് ഇനി അങ്ങനെ വിട്ടാൽ കഴിയില്ല എന്ന് വ്യക്തമായി ഒരു BJP കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായതിൻ്റെ പൊരുളാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ ഭാഗത്തുനിന്നും അദ്ദേഹം ചെല്ലുമ്പോൾ പറയുന്നു, ഭാരതത്തിൻ്റെ വികസനം എല്ലാ അർത്ഥത്തിലും പശ്ചിമ ഭാരതവും കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്ന് പറയും. ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ സപ്തസുന്ദരിമാർ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഈ ഈസ്റ്റിലേക്കൊക്കെ ചെല്ലുമ്പോഴും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ കാര്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്ക് ചെല്ലുമ്പോഴും ഇദ്ദേഹം ഇത് തന്നെ ആയിരിക്കാം പറയുന്നത്. ഇപ്പോൾ ആരെ കാണുമ്പോഴും നീയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അല്ലെങ്കിൽ നീ ഇല്ലാതെ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഭംഗി വാക്കായി മാത്രം അതിനെടുത്തിട്ട് കാര്യമില്ല. ഇദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഇതിനകത്ത്. ഇദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്, ഉറപ്പായും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ് നമുക്കിപ്പോൾ ആവശ്യം. വികസനമാണ്, പിന്നെ ഗുണ്ടരാജ് അവസാനിപ്പിക്കേണ്ടതുണ്ട്, വലിയ തോതിലുള്ള അഴിമതികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടീച്ചർ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് അഭിഷേക് ബാനർജിയുടെ ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ മമതയുടെ ഒരു പിൻഗാമി എന്നുള്ള തലത്തിൽ പോലും നോക്കിക്കാണുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അവിടേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടി അഴിമതി കഥകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് വാസ്തവത്തിൽ പിന്നെ ജംഗൽ രാജ്.
ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ സന്ദേശ് ഖാരിയൊക്കെ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡനങ്ങൾ ചില നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ കോളേജിലും ഒക്കെ അദ്ദേഹം ആവർത്തിച്ച് ജനങ്ങളെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അമ്മ പെങ്ങന്മാരെ, നിങ്ങൾക്ക് മനസമാധാനത്തോടു കൂടി കഴിയണമെങ്കിൽ ഞങ്ങളുണ്ട്, ഇതെല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ചു തരാം എന്ന മട്ടിലെന്നുള്ള ആ രീതിയിലെ പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഒപ്പം വലിയ കേന്ദ്ര പദ്ധതികൾ കൂടി അദ്ദേഹം ഇലക്ഷന് മുമ്പ് തന്നെ ബംഗാളിലേക്ക് പ്രഖ്യാപിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന നാളുകളിൽ അദ്ദേഹം കൂടുതൽ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നരേന്ദ്രമോദി പോകുന്നിടത്ത് ഈ സ്വഭാവം കാണിക്കാറുണ്ട്. ഒന്ന്, ഇന്ത്യൻനെസ്, പ്രത്യേകിച്ച് BJP രാഷ്ട്രീയത്തിൻ്റെ, അത് പൊളിറ്റിക്കലായതുകൊണ്ടാണ്. മോസ്റ്റ് പൊളിറ്റിക്കലായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി എന്നുള്ള നിലയിൽ എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാറുണ്ട്. ഒന്ന്. രണ്ട്, കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹത്തിന് ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റിയൊരു കാര്യം വികസനം തന്നെയാണ്. ഇന്ത്യ, അതിൻ്റെ ഒരു ഇന്ത്യ ഷൈനിങ് എന്ന് പറയില്ലേ, അത് ആ തിളക്കം ലോകത്തിലൊട്ടാകെ എത്തുന്നുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. അത് ഇന്ത്യയുടെ പൊതുമേഖലാ വികസനത്തിലുണ്ട്, ഇന്ത്യയിലെ കോർപ്പറേറ്റ് വികസനത്തിലുണ്ട്, എല്ലാ മേഖലയിലുണ്ട്. ഇന്ത്യയിലെ നിർമ്മാണ പ്രവൃത്തിയിലുണ്ട്. അത് കാണാനുണ്ടല്ലോ. അദ്ദേഹത്തിന് അത് അതിൽ ഊന്നുകയും ചെയ്യാം. ഇതൊക്കെ ശരിയാണ്, അദ്ദേഹത്തിന് അത് പറയുകയും ചെയ്യാം. പക്ഷേ അദ്ദേഹം ബംഗാളിൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പോകാതിരിക്കാനും പറ്റില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ ഇനി ഒരാൾക്കും ബംഗാൾ പിടിക്കാനും കഴിയില്ല. അപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ബംഗാൾ പിടിക്കാൻ ഇത്തവണ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അത് കർമ്മം മാത്രമാണ്, അദ്ദേഹം ചെയ്യേണ്ടതുമാണ്. അങ്ങനെ അത് വിജയം വരിച്ചേ അടങ്ങൂ എന്ന വാശിയും അദ്ദേഹത്തിനുണ്ടാവും. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയുമായി കേന്ദ്ര ഗവൺമെൻറ്റും ഉണ്ടാവും. അത് ശരിയാണ്. പക്ഷേ ബംഗാൾ അത്ര ഈസി ടാസ്ക് ആവില്ല. അത് അനുഭവവും ചരിത്രവും അങ്ങനെ പറയുന്നുണ്ട്. അതിന് 2-3 കാരണങ്ങളാണ്. ബംഗാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ബീഹാറിലെ ജംഗിൾ രാജ് അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ബീഹാറിലെ ജംഗിൾ രാജ് എങ്ങനെ അവസാനിപ്പിച്ചത്? ഏറ്റവും സമർത്ഥമായൊരു നീക്കം, ആദ്യത്തെ നീക്കം അവിടെ വിജയിച്ചതോടുകൂടിയാണ്. ഏതാനും തെരഞ്ഞെടുപ്പ് മുമ്പ് ബീഹാറിൽ ആഴത്തിൽ വേരുകളുള്ള സോഷ്യലിസ്റ്റുകളുടെ പിന്തുണയിൽ ഏറ്റവും ഒടുവിൽ നിന്ന നിതീഷ് കുമാറിനെ കൂടെ നിർത്തി എന്നതാണ്. നിതീഷ് കുമാറിനെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാവുകയല്ല ഉണ്ടായത്, നിതീഷ് കുമാറിൻ്റെ ഘടകകക്ഷിയായി BJP ചേരുകയാണ് ഉണ്ടായത്. ഇപ്പോഴും അങ്ങനെയാണ്. BJP 2ാം നിരയിൽ നിൽക്കുന്നു, നിതീഷ് കുമാറിനെ കൊണ്ട് ഭരിപ്പിക്കുന്നു. അതാണ് ബീഹാറിലെ വിജയം. ആ വിജയം ഇന്ന് വരെ ബംഗാളിൽ സാധിച്ചിട്ടില്ല. ബംഗാളിൽ അത്രമേൽ സങ്കീർണമാണ് ബംഗാൾ. എന്താ കാരണം? ആരെയാണ് BJP അവിടെ ഘടകകക്ഷിയാക്കുക? ഏത് മുന്നണിയിലാണ് BJP ചേരുക? ആലോചിച്ച് നോക്കൂ. ഒറ്റക്കൊരു മുന്നണി നയിച്ചിട്ട് മറ്റു കക്ഷികളെ ഘടകകക്ഷിയാക്കാനുള്ള സാഹചര്യം അവിടെ എത്തിയിട്ടില്ല. കാശ്മീരിൽ പോലും ഒരു ഘട്ടത്തിൽ BJP PDPയുടെ ഘടകകക്ഷിയാണ്. ആലോചിച്ച് നോക്കൂ. മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ PDPയുടെ ലക്ഷണമൊത്ത ഒരു കാശ്മീരി മുസ്ലിം സ്വഭാവമുള്ള പാർട്ടിയുടെ ഘടകകക്ഷിയായിരുന്നല്ലോ. ഓർമ്മയില്ലേ നമ്മുടെ ആ ഒരു കാലം? ആ സ്ട്രാറ്റജി എന്തുകൊണ്ടാണ് ബംഗാളിൽ പറ്റാത്തത്? എന്താ കുഴപ്പം? ബംഗാളിൽ ചേർക്കാനുള്ളത് പ്രധാനപ്പെട്ട 3 പാർട്ടികളെയാണ് കൂടെ കൂട്ടാനുള്ളത്. അവരാരും BJPയുടെ ഘടകകക്ഷിയായി ചേരാൻ പറ്റുന്നവരല്ല. ഒന്നാമത്തെ കാര്യം, ഒന്ന് കോൺഗ്രസ് ആണ്. മമതയെയാണ് തോൽപ്പിക്കേണ്ടത്. മമതയെ തോൽപ്പിക്കണമെങ്കിൽ ഒന്ന് മമതയുടെ എതിരാളി കോൺഗ്രസ് ആണ്, അവരെ കൂടെ കൂട്ടാൻ BJPക്ക് പറ്റില്ല. 2 CPM ആണ്. അവരെ ഇനി ആഗ്രഹിച്ചാൽ പോലും അവരോട്ട് ചേരാൻ സാധ്യതയുമില്ല, അവർക്ക് പിന്നെ നിലനിൽപ്പില്ല. 2 അതാണ്. മൂന്നാമത് മമതയാണ്. മമത ഈ 3 കൂട്ടരെയും തോൽപ്പിച്ച് കേന്ദ്രം ഭരിക്കുന്ന BJPയെയും ബംഗാള് ഏതാണ്ട് 10-35 കൊല്ലം ഭരിച്ച CPMനെയും അതിനു മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസിനെയൊക്കെ തറപറ്റിച്ചിട്ടാണ് മമത നിൽക്കുന്നത്. മമത വിശ്വസിക്കുന്നത് മമതയ്ക്ക് മറ്റൊരു കൂട്ടാളി വേണ്ട എന്നാണ്. മമതയുടെ കൂടെ ഘടകകക്ഷിയായി ചേരാൻ പോലും BJP തയ്യാറായേക്കും. പക്ഷേ മമത തയ്യാറല്ല. അതുകൊണ്ട് BJPയെ ഒരു തരത്തിലും അടുപ്പിക്കാത്ത ഒരു രാഷ്ട്രീയം ബംഗാളിനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതെന്താണ്? മമത ഒറ്റക്ക് നിൽക്കുന്നത് പോലെ BJP ഒറ്റക്ക് ഫൈറ്റ് ചെയ്ത് മുന്നേറണം. അതിന് പറ്റിയ ലീഡർഷിപ്പ് ഉണ്ടോ? അതിന് പറ്റിയ രാഷ്ട്രീയമായ കൾച്ചറുണ്ടോ? അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. ശാരദാ ചിട്ടി ഫണ്ട് തൊട്ട് ധാരാളം അഴിമതി ആരോപണങ്ങൾ മമതയ്ക്കെതിരായിട്ട് വന്നല്ലോ. എന്താ ക്ലച്ച് പിടിക്കാത്തത്? ഒരു കാരണമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ എന്തൊക്കെ അഴിമതി ആരോപണങ്ങൾ വന്നാലും നരേന്ദ്രമോദിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ വരില്ല എന്ന് BJPക്ക് ഉറപ്പുണ്ട്. അതേ സ്റ്റേച്ചറാണ്, അതേ നിലപാടാണ് മമത.
അഭിഷേക് ബാനർജി ഉൾപ്പെടെ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾപ്പെട്ടവർ, കാട്ടുകള്ളന്മാരെ നയിക്കുന്ന സംശുദ്ധമായൊരു വ്യക്തിത്വം മമതാ ബാനർജിക്കുണ്ട്. അവരുടെ നേരെ എന്താ അഴിമതി ആരോപണം വന്നിട്ട് നിന്നില്ല. 2, അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വന്നല്ലോ, ഉണ്ടാക്കി നോക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തുള്ള BJP ഉൾപ്പെടെയുള്ള ബംഗാളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതൊന്നും ക്ലച്ച് പിടിക്കാതെ പോയത്? ആക്ഷൻ ഉണ്ട് ബംഗാളിൽ. മമതാ ബാനർജി ആക്ടിവിസ്റ്റാണ്, ഒരു പാസീവ് ലീഡറല്ല, ഒരു ഫ്യൂഡൽ ലീഡറല്ല, അവർ ആക്ടിവിസ്റ്റാണ്. അവർക്ക് സംശുദ്ധമായൊരു വ്യക്തിത്വമുണ്ട്. മൂന്നാമത്തെ, ഒരുപക്ഷെ BJPക്കോ ഇന്ത്യയിലെ ഒരു കക്ഷിക്കോ അവകാശപ്പെടാൻ പറ്റാത്ത മറ്റൊരു പ്രത്യേകത കൂടി മമതാ ബാനർജിക്കുണ്ട്. അവർക്ക് മാത്രമാണ് ജീവിതത്തിൽ പബ്ലിക് പ്രോപ്പർട്ടിയിൽ നിന്ന് നയാ പൈസയുടെ ആനുകൂല്യം വേണ്ടാന്ന് പ്രഖ്യാപിച്ച ആളാണ്. അവർ TA വാങ്ങുന്നില്ല, DA വാങ്ങുന്നില്ല, ഔദ്യോഗിക വസതിയില്ല, ഔദ്യോഗിക വാഹനമില്ല, എസ്കോർട്ട് ഇല്ല. അവരിപ്പോഴും ജീവിക്കുന്നത് കൽക്കത്തയിലെ ഏറ്റവും ദരിദ്രന്മാർ താമസിക്കുന്ന ഒരു തെരുവിലെ ഒറ്റമുറി വീടിലാണ്. അവർക്കത് മതി. കാരണം അവർക്ക് കുടുംബമില്ല, പ്രാരാബ്ധമില്ല. അവരുടെ മേൽ നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞ പോലെ അവരുടെ മേലൊരു ആരോപണം കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഇന്ത്യക്ക്, എൻ്റെ സാറേ, ഇന്ത്യക്ക് ഇന്ന് എന്താ വേണ്ടതെന്നറിയോ? ഇന്ത്യക്കാരന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഐഡിയോളജിയുടെ കിതാബിൽ അക്ഷരങ്ങളുണ്ടോയെന്നല്ല, നിങ്ങൾക്ക് വിളിച്ചു പറയാൻ മുദ്രാവാക്യങ്ങളുണ്ടോയെന്നല്ല, നിങ്ങൾ ഗംഭീരമായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടോയെന്നല്ല, നിങ്ങൾക്ക് പിന്തുടരാൻ ഒരു കാൽപ്പാടുണ്ടോ? നിങ്ങൾക്കൊരാപത്ത് വരുമ്പോൾ അയാളെ ചെന്ന് മുട്ടി വിളിച്ചാൽ അയാൾ വരുമോ, അയാൾ ഉണ്ടാവുമോ? ഇതാണ് ചോദ്യം. അത് ബംഗാളിനുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. എന്നോട് കൽക്കത്തയിലെ എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും, ഞങ്ങൾ പുറത്ത് വെച്ച് പരിചയപ്പെട്ടത്, അവൻ ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവൻ പറയുന്ന ചോദ്യം, നിങ്ങൾ മലയാളിയുടെ ഏറ്റവും വലിയ സങ്കടം, നിങ്ങൾക്കില്ലാത്തൊരു വലിയ സൗഭാഗ്യം ഞങ്ങൾക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഭരിച്ച് മുടിക്കാൻ വന്ന എല്ലാവരെയും മാറ്റി നിർത്തിയപ്പോൾ ഞങ്ങളൊരു ബദൽ ശക്തി ഉണ്ടാക്കി. ലെഫ്റ്റും റൈറ്റും ഒന്നും അല്ലാത്തൊരു ശക്തി. അവർക്ക് ഐഡിയോളജി ഇല്ല, ആക്ഷൻ പ്ലാനേ ഉള്ളൂ. അതാണ് മമത. അതാണ് അവൻ പറയുന്നത്. നിങ്ങൾക്ക് ഐഡിയോളജി സമ്പന്നമായിട്ടുള്ള പാർട്ടികളാണ് നിങ്ങളെ കൂടെ കേരളം മുഴുവനുള്ളത്. അതിന് അവർക്കൊക്കെ ആഴത്തിൽ വേരുകളുണ്ട്. പക്ഷെ അവരൊക്കെ ഒരുമിച്ച് ജീർണിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ ഒരു ബദൽ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് ഞാൻ മോദിജിയുടെ ഈ സന്നാഹങ്ങളെ, നീക്കങ്ങളെ, അതിശക്തമായ മുന്നേറ്റത്തെ തീർച്ചയായിട്ടും അവരുടെ ദൗത്യം, അവരുടെ കർമ്മം അവർ നിർവഹിക്കുന്നു. തീർച്ചയായിട്ടും അതിന് നേതൃത്വം നൽകേണ്ടത് മോദിയാണ് എന്ന് കാണുമ്പോഴും ബംഗാൾ ബീഹാർ പോലെ അത്ര എളുപ്പമാവില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. പക്ഷേ പറഞ്ഞതുപോലെ ഇപ്പോൾ മോദി നേരിടുന്ന, അല്ലെങ്കിൽ BJP കേന്ദ്ര നേതൃത്വം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ഇപ്പോൾ ബീഹാറിൽ നടന്ന അഴിമതികൾ നേരിട്ട് ലാലു പ്രസാദുമായി ബന്ധമുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ സ്ഥിതിഗതികൾ മാഷ് പറഞ്ഞ നേരെ വിരുദ്ധമാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പരിധിവരെ അഭിഷേക് ബാനർജിയുടെ അപ്പോയിൻമെൻറ്റും ഒക്കെ ഒന്നും തന്നെ മമതയുമായി നേരിട്ട് ബന്ധപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള. സാർ ഞാനൊരു സ്വകാര്യമായിട്ട് അറിഞ്ഞൊരു കാര്യം പറയാം, അത് ശരിയുമാണ് എന്ന് പൂർണ്ണമായി എനിക്ക് ബോധ്യമുണ്ട്. മമതയുടെ പാർട്ടിയിൽ ചേരാൻ കേരളത്തിൽ നിന്ന് പ്രമുഖനായ ഒരാൾ പോയി, PV അൻവർ. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ തൃണമൂൽ കോൺഗ്രസ് ആണ്. മമതാ ബാനർജി തൻ്റെ മുമ്പിൽ വരുന്ന ഏത് സാധാരണക്കാരനും അപ്പോയിൻമെൻറ്റ് കൊടുക്കാതിരുന്നിട്ടില്ല ഇന്ന് വരെ. ഒരാൾക്കേ കൊടുക്കാത്തതുള്ളൂ. അത് അദ്ദേഹത്തിന് മാത്രമല്ല, അതുപോലുള്ള ഷെയ്ഡി ക്യാരക്ടർ അവരുടെ മുമ്പിൽ വന്നാൽ ഉടനെ അവർ അന്വേഷണത്തിന് ഉത്തരവിടും. ഇയാൾ ആരാണ്, വാട്ട് ഈസ് ദ വെയർ അബൌട്ട്സ് ആൻഡ് വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട്, അയാളെ മുഴുവൻ ഡീറ്റെയിൽസും എടുത്തു. അപ്പോയിൻമെൻറ്റ് റെഡി, അവിടെ എത്തി കാത്തിരിക്കുകയാണ്, പുറത്ത് കാത്തിരിക്കുകയാണ്. അപ്പോയിൻമെൻറ്റ് റദ്ദാക്കി. ഐ ഡോണ്ട് വാണ്ട് ടു മീറ്റ് ഹിം എന്ന് തീരുമാനിച്ചു. അത്ര സൂക്ഷ്മതയുണ്ട് അവരുടെ ലൈഫിൽ. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് അവരുടെ മേൽ നമ്മൾ അത്ര എളുപ്പമല്ല ചെളിവാരി എറിയാൻ, അപകടം ഉണ്ടാക്കാൻ. അതൊരു ലീഡർഷിപ്പാണ്. അത് അവർ നേടിയത് ഇവിടെ നിന്നൊന്നും അല്ല കേട്ടോ, കർമ്മത്തിലൂടെ നേടിയതാണ്. ജയപ്രകാശ് നാരായണൻ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ കാലത്ത് ഓർമ്മയില്ലേ? ഇന്ത്യയിലെ മുഴുവൻ റെയിൽപാളങ്ങളും തകർത്ത് അടിയന്തരാവസ്ഥ അമ്മാനമാടുന്ന കാലത്ത് ജയപ്രകാശ് നാരായണൻ്റെ കാറ് ആയിരക്കണക്കിന് ആളുകളുടെ അകമ്പടിയോടെ കൽക്കത്ത തെരുവിൽ വന്ന് നിൽക്കുമ്പോൾ ആ കാറിൻ്റെ ബോണറ്റിലേക്ക് ചാടിക്കയറി ഡാൻസ് ചെയ്തൊരു ചെറുപ്പക്കാരി പെണ്ണുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ പേരാണ് മമതാ ബാനർജി. അവരുടെ പാരമ്പര്യം അതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. പക്ഷേ പ്രതീക്ഷ കൈവിടാതെ BJP പ്രതീക്ഷ കൈവിടണ്ട, അവരുടെ പണി നടക്കട്ടെ. ഒരു കാര്യമുണ്ട്,
ബംഗാളിന് മുമ്പിൽ ഒരു കാര്യം ഉറപ്പാണ്, CPM ഇനി തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ ആർക്കും വേണ്ട. കോൺഗ്രസിനാണെങ്കിൽ അതിനുള്ള ജീവനുമില്ല. പിന്നെ വരാനുള്ളത് 2 ശക്തികളേ ഉള്ളൂ, ഐദർ മമത ഓർ BJP. അത് ആരാണ് എന്ന അവരുടെ ശേഷി അനുസരിച്ചും. മാത്രമല്ല ഈ രാഷ്ട്രീയ ഒരു ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു വാക്പോരെ അതിനകത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളിൽ നിന്നുള്ള ആൾക്കാരെ ബംഗ്ലാദേശികളെന്ന് പറഞ്ഞ് വളരെ സുന്ദരമായിട്ട് മമതാ ബാനർജി കൗണ്ടർ ചെയ്തിട്ടുണ്ട് മോദിയെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവരിപ്പോൾ പോരാടാൻ പോകുമ്പോൾ മമതാ ബാനർജിക്ക് ഇന്ത്യയിൽ ഒരുപാട് മാതൃകയുണ്ട്. ഞാനത് പലപ്പോഴും പറയാറുള്ളതാണ്. ഈ സുവേന്ദു അധികാരി ഈ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് BJP പോയി ചേർന്നു. അദ്ദേഹം BJPയുടെ ഇപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു, അവിടെ മാറിയോന്ന് എനിക്കറിയില്ല. എന്തായാലും സുവേന്ദു അധികാരി നിന്നാൽ ഒരു മണ്ഡലം ജയിക്കും, ഈ സിംഗൂർ മണ്ഡലം. ആ മണ്ഡലം ആര് നിന്നാലും തോൽക്കും എന്ന് മമതയ്ക്കറിയാം. മമത സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു, ഞെട്ടിപ്പോയി ജനം. സിംഗൂറിൽ ഞാൻ മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതൊരു ലീഡർഷിപ്പാ. എന്താ കാരണം എന്നറിയോ? തോൽക്കുമെന്ന് ജനം ഭയപ്പെടുന്ന ഒരു സീറ്റിൽ പോയി നിൽക്കുന്നവനാണ് നേതാവ്, അല്ലാതെ സുരക്ഷിതമായ താവളം തേടിയിട്ട് പോകുന്നവനല്ല. അവിടെ ചെന്ന് നിന്നു, അവർക്കറിയാമായിരുന്നു അവർ തോൽക്കും, അവർ മാത്രമേ തോറ്റുള്ളൂ. അതാണ് അത് ലീഡർഷിപ്പ്. അത് ഈ മുഗൾ റോയി വന്നതിലും വലിയ ലാഭം സുവേന്ദുവിന് ലഭിച്ചു എന്നുള്ളതാണ്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ബംഗാൾ എന്തായാലും വല്ലാത്തൊരു പരീക്ഷണശാലയാണ്. നമുക്കല്ല, BJPക്ക് കേന്ദ്ര ഗവൺമെന്റ് കണ്ടറിയട്ടെ. ഞാൻ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബംഗാളിനെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, മമത ഓർ BJP 2 സാധ്യതയുള്ളൂ. മൂന്നാമതൊരു സാധ്യതയില്ല. നേർക്കുനേരെയുള്ള പോരായിരിക്കും. ആ പോരാട്ടത്തിൽ നേർക്കുനേരെ പറഞ്ഞാൽ മോദി മമത പോരായിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, മോദിയെ നേരിടാനും ഈ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കുറേ പേരുണ്ടല്ലോ, അവർ പഠിക്കേണ്ട ഒരു പാഠമാണ്. മോദിയെ നേരിടാൻ നിങ്ങളൊരു മുന്നണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ മുന്നണിയുടെ തലപ്പത്ത് നിർത്തേണ്ടത് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആണായി പറന്ന ഒരുത്തനെയല്ല, മമതയെ തന്നെ നിർത്തണം. അതിനൊക്കെയുള്ള പാഠങ്ങൾ വരട്ടെ. ബംഗാൾ ഇലക്ഷനിൽ കൂടി നമുക്ക് കാണാം തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.